بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധം സ്വയം നിലനിർത്തണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിനെ ഓർക്കുന്ന, ഖബറിനെ ഓർക്കുന്ന ജീവിതവും മരണം വരെ ആരോഗ്യവും ഈമാനും നിലനിർത്തുവാനുള്ള തൗഫീഖും നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് സുപരിചിതമായ 94-ാമത്തെ സൂറത്താണ് ഓതി കേൾപ്പിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിൽ ദഅവത്ത് ആരംഭിക്കുകയും പ്രവാചകനാവുകയും 63-ൽ വഫാത്താവുകയും ചെയ്തു. റസൂലുള്ളാഹിയുടെ ജീവിതത്തിലെ ഏറ്റവും അവസാന സമയമാണ് സഫർ മാസം. സഫറിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിക്കുന്നത്. റബീഉൽ അവ്വലിലാണ് 12-നാണ് വഫാത്തായത്. സഫറിന്റെ ആദ്യ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ക്യാമ്പയിനായി, സമ്മേളനമായി, പ്രമേയമായി, ലേഖനമായി വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നു, വായിക്കുന്നു, പഠിക്കുന്നു. പക്ഷേ എത്ര പറഞ്ഞാലും പറയുന്നത് പൂർണ്ണമാവുകയില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മെക്കുറിച്ച് ഒരുപാട് നല്ലത് പലരും പറയും. പക്ഷേ എന്ത് നല്ലത് പറഞ്ഞാലും ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് പോരായ്മ ഉണ്ടാകും. ലോകത്ത് മരിച്ചുപോയ ഒരുപാട് മഹത് വ്യക്തികളുണ്ട്. രാഷ്ട്ര നേതാക്കന്മാർ മുതൽ, ശാസ്ത്രജ്ഞന്മാർ മുതൽ, ബുദ്ധിജീവികൾ മുതൽ, എഴുത്തുകാർ മുതൽ ഒരുപാട് ആളുകൾ. അവർക്കൊക്കെ കുടുംബജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ഒക്കെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. 100% വിജയം എന്ന് പറയാൻ ഈ പള്ളിയിലിരിക്കുന്ന ആർക്കും സാധ്യമല്ല. കച്ചവടത്തിൽ അയാള് ഭയങ്കര വിജയകരമാണ്, നല്ല ബുദ്ധിയാണ്, നല്ല പഠനമാണ്, നല്ല ചിന്തയാണ് എന്ന് പറയുമ്പോൾ അയാളുടെ വ്യക്തി ജീവിതത്തിൽ ഭാര്യയോട്, ഭർത്താവിനോട്, ഉപ്പയോട്, ഉമ്മയോട്, കൂട്ടുകാരോട്, തൊഴിലാളികളോട്, മുതലാളിയോട്, ജോലി സ്ഥലങ്ങളിൽ, ഓഫീസിൽ ഒക്കെ പൂർണ്ണമായും സംതൃപ്തമാണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞുകൊള്ളണം എന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ് ആ രൂപത്തിൽ ജീവിതത്തിൽ ഒരു വട്ടം വരക്കുകയും ഒരു പദസൂര്യൻ വരക്കുകയും ആ വട്ടത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ എല്ലാത്തിനും ശരിയുത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വളരെ താല്പര്യത്തോടെ നാം പറയാറുള്ളത്. പക്ഷെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആദ്യത്തെ 13 കൊല്ലം ദഅവത്ത് ആരംഭിച്ചു. ആ ദഅവത്ത് ആരംഭിച്ച ചരിത്രങ്ങൾ ഓരോന്നും വളരെ
കൈപ്പേറിയ അനുഭവങ്ങളായിരുന്നു ഉണ്ടായത്. പക്ഷെ ആ കൈപ്പേറിയ ഒരനുഭവങ്ങൾ പോലും ദുരനുഭവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. നമ്മൾ പലപ്പോഴും പറയും, ഇന്നലെ രാത്രി ഞാൻ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ എന്റെ കാല് തട്ടി, നല്ല വേദനയുണ്ട് എന്ന് നമ്മളാണ് നമ്മുടെ വേദനകൾ പറയുക. എന്നാൽ തന്റെ ദഅവത്ത് ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ വേദനകൾ ഉദ്ധരിച്ചത് മറ്റുള്ളവരാണ്. സ്വന്തം വേദനകൾ, സ്വന്തം പ്രയാസങ്ങൾ, തനിക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ അതൊരു പരാതിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞ് വന്നിട്ടില്ല. അത് പരാതിയായി വന്നിട്ടില്ല. നമുക്കറിയാം, പച്ച ഇല അവർ തിന്നേണ്ടി വന്നിരുന്നു. കാഷ്ടം നാൽക്കാലികളെ പോലെ കാഷ്ടക്കേണ്ടി വന്നിരുന്നു. വെള്ളം കിട്ടാതെ വലഞ്ഞിരുന്നു. വിശന്ന് വീട്ടിൽ ഉറങ്ങാൻ പറ്റാതെ, ഇരിക്കാൻ പറ്റാതെ ഇറങ്ങി നടക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. പലപ്പോഴും പട്ടിണി ഉണ്ടായിരുന്നു. വീട്ടിൽ 2 ദിവസത്തിൽ അധികം തുടർച്ചയായി 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അടുപ്പിൽ തീ കത്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊന്നും പരാതിയായി ചരിത്രത്തിൽ എവിടെയും വന്നിട്ടില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ത്വായിഫിലേക്ക് പോയപ്പോൾ അവർ ആക്രമിച്ചിരുന്നു, കല്ലെറിഞ്ഞിരുന്നു, പൊക്കി വിളിച്ചിരുന്നു. ത്വായിഫ് എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരു നാടായിട്ടാണ് നമ്മൾ കാണുക. പക്ഷെ റസൂൽ ത്വായിഫിലേക്ക് പോയത് എന്റെ ഉപ്പയുടെ കുടുംബം, ഉമ്മയുടെ കുടുംബം, ആപ്പന്മാർ, ഇളയപ്പന്മാർ, മൂത്തന്മാർ, അമ്മായിമാർ, ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവിടേക്ക് പോയത്. പൊതുവെ വിരുന്നിന് പോയാൽ സൽക്കാരമാണ് ഉണ്ടാവുക. പക്ഷെ അവിടെ ഉണ്ടായത് ആറ്റുനോറ്റ് പേറ്റുനോറ്റ് എന്ന് പറഞ്ഞ് സ്നേഹിക്കേണ്ടവർ എപ്പോഴോ കണ്ടബന്ധ പോലും കാണിക്കാതെയാണ് അവർ ആക്രമിച്ചത്. പക്ഷേ മാനസികമായി തളർന്നിട്ടില്ല. ശാരീരികമായി തളർന്നു, ക്ഷീണം ബാധിച്ചു, തളർന്നു വീണു, മരത്തിനിടയിൽ ഇരുന്നു, രക്തമൊഴുകി. പക്ഷെ മാനസികമായി തളർന്നിട്ടില്ല. മാനസികമായി തളരുമ്പോൾ എന്താ സംഭവിക്കുക? പ്രാകും, ചീത്ത പറയും, വഴക്ക് പറയും, തെറി പറയും. ആകെ മാനസികമായി തകരുമ്പോഴാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. അതൊന്നും ഉണ്ടായിട്ടില്ല. അതിനെന്താ തെളിവെന്താ? മലക്ക് വന്നപ്പോ പറഞ്ഞു, വേണ്ട, അല്ലാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ, കാരണം അവർ വിവരമില്ലാത്തത് കൊണ്ടാണ് എന്നെ കല്ലെറിഞ്ഞത്. അവർക്ക് വിവരമുണ്ടായിരുന്നെങ്കിൽ എന്നെ കല്ലെറിയുമായിരുന്നില്ല. അവർക്ക് ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അവർ എന്നെ ആക്ഷേപിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞത് മനസ്സിന്റെ സ്ഥിരതയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ആലോചിക്കേണ്ടത്, ആ ത്വായിഫിന്റെ ചരിത്രങ്ങൾ പറയുമ്പോ വൈകാരികമായിട്ടാണ് നമ്മളത് കേൾക്കുക, വായിക്കുക. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുമ്പോഴും അല്ലാഹുവേ പുറത്തു തരണേ. ആർക്ക്? എന്നെ ഈ ആക്ഷേപിക്കുന്ന, എന്നെ അവഹേളിക്കുന്ന ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണമെന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്ക് സൂറത്ത് ശറഹ് നൽകുന്നത്. നമ്മളെ പല കുറ്റങ്ങളും പലരും പറയാറുണ്ട്, പല ആക്ഷേപങ്ങൾ നടത്താറുണ്ട്. കല്യാണം വിളി മറന്നു പോയതിന്റെ പേരിൽ കുടുംബങ്ങൾ തകർന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അല്ലേ? അങ്ങനെ അവർ പിന്നെ കുറ്റങ്ങളാണ് നമുക്കെതിരെ പറയുക. കാരണം ഞാൻ മറന്നുപോയതാണ്. പക്ഷെ അവർ അത് മനസ്സിലാക്കുന്നില്ല. അവർ നമ്മെ കുറിച്ച് കുറ്റങ്ങളും ആരോപണങ്ങളും ആക്ഷേപങ്ങളും പറയുമ്പോ നാം ആകെ എന്തൊക്കെയോ ആകും. പിന്നെ നമ്മളും പഴയ ഫയലുകൾ പരതാനാ തുടങ്ങുക അവനെ കുറിച്ച് പറയാൻ. അവൻ എവിടെയൊക്കെയാണ് എന്നെ അവഗണിച്ചത് എന്ന് നാം ചികഞ്ഞ് അന്വേഷിക്കുകയാണ്. അതിന് പകരം അല്ലാഹുവേ ആ പറയുന്ന, എന്നെ കുറ്റം പറയുന്ന മനുഷ്യന് നീ പുറത്തു കൊടുക്കണം എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ മിമ്പറിൽ എനിക്കിത് പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ എനിക്ക് എളുപ്പമാണോ? കേൾക്കാൻ നിങ്ങൾക്ക് അതിനേക്കാൾ എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണോ? അങ്ങനെ പ്രവർത്തിക്കാൻ സാധ്യമല്ല, പലപ്പോഴും സാധ്യമല്ല. അല്ലാഹുമ്മ ഗഫിർ ലിഖൗമി, അല്ലാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ. ഫഇന്നഹും ലാ യഅലമൂൻ, അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണല്ലോ എന്നെ കല്ലെറിഞ്ഞത്. അവർക്ക് ധാരണയില്ലാത്തത് കൊണ്ടാണല്ലോ എന്നെ ആക്ഷേപിച്ചത്.
അവർക്ക് ഈ വിവരം കിട്ടാത്തത് കൊണ്ടാണല്ലോ എന്നെ കളവാക്കിയത്. അവർക്കും എന്നെ പോലെ അറിഞ്ഞിരുന്നെങ്കിൽ, അവർക്കും എന്നെ പോലെ വിവരമുണ്ടായിരുന്നെങ്കിൽ അവർ എന്റെ കൂടെ കൂടുമായിരുന്നല്ലോ എന്ന ശുഭചിന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടി. നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അലം നശ്റഹ് ലക സദ്റക്. അള്ളാഹു പറയുകയാണ്, നിന്റെ മനസ്സിനെ നാം വിശാലമാക്കി തന്നില്ല എന്ന്. അള്ളാഹുവിന് വേണമെങ്കിൽ ആദ്യം തന്നെ ആ മക്കയിൽ നിന്നും ത്വായിഫിലേക്ക് പോകുമ്പോ, മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോ നീ ഹിജറയൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെ എതിർത്തവരെ ഞാനിതാ തകർക്കുകയാണ് എന്ന് പറഞ്ഞ് തകർക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് തകർത്തില്ല? രണ്ടാമത്തെ ചോദ്യമാണ് എന്റേത്. എന്തുകൊണ്ട് തകർത്തില്ല? മുശ്രിക്കുകൾ ആക്രമിച്ചു, ചീത്ത വിളിച്ചു, കളിയാക്കി. മാത്രമല്ല കഅബയിൽ കയറാൻ അർഹർ ഹാഷിം തറവാട്ടിന് മാത്രമാണ് എന്ന് അവർ വാദിച്ചു. ഹാഷിം തറവാട്ടുകാരല്ലാത്ത ഒരാളെയും കഅബയിൽ അവർ കയറാൻ അനുവദിച്ചില്ല. ആ പ്രമാണിത്വം അവർ വിട്ടുകൊടുത്തില്ല. അപ്പോ പലരും കഅബയിൽ കയറുമ്പോ അടിച്ചു, തലപൊട്ടിച്ചു. അത് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിലാണെങ്കിലോ ഒന്നുകൂടി ശിക്ഷ കഠിനമായിരുന്നു. ഐത്തമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നർത്ഥം. ചില ആളുകൾക്ക് ചില ദേവാലയങ്ങളിൽ കയറാൻ പാടില്ല എന്നൊക്കെ ഇടയ്ക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ ആക്ഷേപങ്ങൾ ഉണ്ടായി. അള്ളാഹ്ക്ക് ആ നബിയെ നിങ്ങളെയാണല്ലോ അവരെ എതിർത്തത്, നമ്മൾ അങ്ങനെയാണ്. ആ ഓറ പറഞ്ഞാൽ ഓന്റെ കണ്ണ് പൊട്ടുന്നാൾ. കണ്ണ് പൊട്ടിച്ചിട്ടില്ല. എന്തുകൊണ്ട് കണ്ണ് പൊട്ടിച്ചിട്ടില്ല? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പഠിപ്പിച്ചത് ക്ഷമയുടെ മാധുര്യമാണ്, സ്വബറിന്റെ മാധുര്യമാണ്, സഹനശക്തിയുടെ മാധുര്യമാണ്. കാരണം അധ്വാനം എന്നുള്ളത് അത് ക്ഷമയിലൂടെ കിട്ടേണ്ടതാണ്. ഒരു കർഷകൻ വിളവെടുക്കണമെങ്കിൽ ഒരുപാട് കാലഘട്ടത്തിലെ അധ്വാനം ആവശ്യമാണ്, ക്ഷമ ആവശ്യമാണ്, സഹനം ആവശ്യമാണ്. എന്നാലേ ഒരു മനുഷ്യൻ കർഷകനാകുകയുള്ളൂ. ഒരു രാവിലെ വിത്തിട്ടാൽ വൈകുന്നേരം കൊയ്തെടുക്കാനും കഴിയില്ല. അതിന്റെ പിന്നിൽ ആത്മാർത്ഥമായ വിയർപ്പൊഴുക്കുന്ന പണിയെടുക്കേണ്ടതുണ്ട്. ആ പണിയെടുക്കണമെങ്കിൽ നല്ല ക്ഷമയും നല്ല കരുത്തും നല്ല ആരോഗ്യവും ഉള്ളവനെ സാധ്യമാവുകയുള്ളൂ. അപ്പൊ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തത് ക്ഷമയുടെ ആ ഒരു മാധുര്യമാണ്. ക്ഷമക്കൊരു മാധുര്യമുണ്ട്, സഹനത്തിനൊരു മാധുര്യമുണ്ട്. ആ മാധുര്യം അനുഭവിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ 9 മാസത്തിലധികം ഗർഭിണിയായി നടക്കുമ്പോ ആ ക്ഷമയുടെ മാധുര്യം അവർ അനുഭവിച്ചവരാണ്. അത് വല്ലാത്തൊരു മാധുര്യമാണ്. അതുകൊണ്ടാണ് ഉമ്മക്ക് സ്വർഗം എന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹ്നൻ അലാ വഹ്ൻ എന്നാണ് ആ ക്ഷമയെ കുറിച്ച് പറഞ്ഞത്. ആ സഹനത്തെ കുറിച്ച് പറഞ്ഞത് വഹ്നൻ അലാ വഹ്ൻ എന്നാണ്. വേറെ ഒരു സംഗതിക്കും ആ പ്രയോഗം ഖുർആൻ നടത്തിയിട്ടില്ല. അപ്പോ ക്ഷമക്കൊരു മാധുര്യമുണ്ട്. ആ മാധുര്യം അനുഭവിക്കണമെങ്കിൽ അലം നശ്റഹ് ലക സദ്റക്, ആ നമ്മുടെ ഹൃദയം വിശാലമാവേണ്ടതുണ്ട്. വിശാലമായ ഹൃദയം ഉള്ളവർക്ക് മാത്രമേ സഹനത്തിന്റെയും ക്ഷമയുടെയും മാധുര്യം ആസ്വദിക്കാൻ കഴിയുള്ളൂ. അതെല്ലാവർക്കും കിട്ടൂല. അപ്പൊ നമുക്ക് ആ മാധുര്യം കിട്ടിയിട്ടില്ലേ? നമ്മുടെ മനസ്സിലായിക്കൊള്ളുക, നമ്മുടെ മനസ്സ് വിശാലമായിട്ടില്ല. ഇനിയും കുറെ മെനക്കെടേണ്ടതുണ്ട്. അതിനാണ് മൂസ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്, റബ്ബിശ്റഹ് ലി സദ്രി, അല്ലാഹുവേ എന്റെ ഹൃദയം വിശാലമാക്കി തരണേ എന്ന്. വലിയ വീടുണ്ട്, വാഹനമുണ്ട്, പണമുണ്ട്, സമ്പത്തുണ്ട്, ജോലിയുണ്ട്, പക്ഷേ മനസ്സിന് വിശാലതയില്ല. എന്താ കാര്യം? നല്ല വീടാണ്, ഒരുപാട് സൗകര്യം, ഒരുപാട് റൂം, നല്ല വാഹനം പാർക്ക് ചെയ്യാൻ പ്രത്യേകമായ സ്ഥലമൊക്കെ ഉണ്ടായിട്ടും മനസ്സിന് വിശാലതയില്ലെങ്കിൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവുമോ? ഇല്ല, സമാധാനം ഉണ്ടാവൂല. അപ്പൊ എന്ത് വേണം? മനസ്സിന് സമാധാനം ഉണ്ടാകുവാൻ ഒന്ന്, അത് ആഗ്രഹമുണ്ടാവണം, അതിന് 2 പ്രാർത്ഥനയുണ്ടാവണം. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പഠിക്കണം നമ്മൾ. റസൂലുള്ളാഹിയുടെ ചരിത്രം പൂർണ്ണമായും പഠിച്ചവർ നമ്മിൽ എത്ര പേരുണ്ട്? നമ്മൾ ആരാ? റസൂലുള്ളാഹിയുടെ ഉമ്മത്താണ് നമ്മൾ. ഇത്തിബാഉൻ നബി, നബിയെ പിൻപറ്റുന്നവരാണ് നമ്മൾ. നമ്മൾ മുത്തബിഉസ് സുന്ന, സുന്നത്തിനെ പിൻപറ്റുന്നവരാണ് നമ്മൾ, അല്ലേ? പക്ഷേ ആ റസൂലുള്ളാഹിയുടെ ചരിത്രം
ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോ ഈ പ്രശ്നങ്ങൾ റസൂലുള്ളാഹിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ആ രൂപത്തിൽ ക്ഷമിക്കുവാൻ കഴിയുന്ന എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? റസൂലുള്ളാഹിയുടെ ചരിത്രം പഠിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. കച്ചവടം തകരുമ്പോ, സാമ്പത്തികമായി തകരുമ്പോ, കടബാധ്യതകളുമായി പോകുമ്പോ, അപകടത്തിൽപ്പെടുമ്പോ, വാഹനം നഷ്ടപ്പെടുമ്പോ, അങ്ങനെ രോഗങ്ങൾ വരുമ്പോ, അങ്ങനെ ഓരോ വിഷയങ്ങളിൽ റസൂലുള്ളാഹിയുടെ ചരിത്രവുമായി താരതമ്യം ചെയ്യാൻ മാത്രം ചരിത്രം പഠിച്ചവർ നമ്മൾ എത്ര പേരുണ്ട് കൂട്ടരെ? അപ്പോഴാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയുക. അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി ഇന്നത് കിട്ടി എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ റസൂലുള്ളാഹിയുടെ ചരിത്രം പഠിച്ചവർക്കേ കഴിയുള്ളൂ. നമ്മിൽ എത്ര പേർക്ക് ചരിത്രം അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ വയസ്സും, ഹിജ്റ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസവും, ഹിജ്റ പോകുമ്പോൾ താമസിച്ചിരുന്ന ഗുഹയും, ആ ഹിജ്റ പോയി മദീനയിൽ എത്തിയ ഉടനെ റസൂലുള്ളാഹി ചെയ്ത പ്രവർത്തനവും, അവിടെ നിർമ്മിച്ച പള്ളിയും, ആ പള്ളി എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞതും നമ്മുടെ മനസ്സിലൊന്ന് ഓട്ടി നോക്കിയട്ടെ. അതങ്ങനെ പഠിക്കുമ്പോ, അതങ്ങനെ വായിക്കുമ്പോ, അതങ്ങനെ അറിയുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കൺകുളിർമയുണ്ട്. ഖുറത അയ്ൻ എന്ന് പറഞ്ഞല്ലോ, ആ കൺകുളിർമയുണ്ട്. മനസ്സിലുണ്ടാകുന്ന ഒരു കുളിർമയുണ്ട്, ഒരു ആസ്വാദനമുണ്ട്. ആ ആസ്വാദനം അനുഭവിക്കുക പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴാണ്. അതിനുശേഷം ആ പ്രയാസങ്ങൾ നീങ്ങി മാറുമ്പോഴാണ് ഒന്നുകൂടി അത് അനുഭവമായി മാറുക. അത് ക്ഷമശീലർക്കൊക്കെ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ ഒന്നുകൂടി പറഞ്ഞത് നബിയെ, നിങ്ങളുടെ ഭാരം ഇറക്കി വെച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പ്രയാസങ്ങളൊക്കെ ഉണ്ടായി, വേദനകൾ ഉണ്ടായി, ചീഞ്ഞഴിഞ്ഞ കൊടൽമാലകൾ കഴുത്തിലേക്ക് അടപ്പെട്ടു. എങ്ങനെ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം. ഖദീജ ബിയുടെ മരണം, അബൂ ത്വാലിബിന്റെ മരണം, അങ്ങനെ 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 പ്രയാസങ്ങളാണ്. പക്ഷെ ആ റസൂലുള്ളാഹിയോട് പറയാൻ, ഈ സൂറത്ത് ഇറങ്ങിയത് മക്കയിലാണ്. റസൂലുള്ളാഹിയുടെ 53 വയസ്സിന് മുന്നേ, 40ന്റെയും 53 വയസ്സിനും ഇടയിൽ ഇറങ്ങിയ ആയത്താണിത്, സൂറത്താണിത്. ഭാരം ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാരം റസൂലുള്ളാഹിക്ക് ഇറക്കി വെച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് പറഞ്ഞു. നമ്മുടെ ഭാരം അള്ളാഹു ഇറക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, സമയം 1:10. ഇന്ന് രാവിലെ മുതൽ ഈ 1:10 വരെയാണ് നമ്മുടെ ജീവിതം. ഒരു കാൽക്കുലേറ്റ് നടത്തിയട്ടെ, ഒരു നിരീക്ഷണം നടത്തിയട്ടെ, ഒരു പരിശോധന നടത്തിയട്ടെ. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് വിദഗ്ധമായി നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ചിലത് അങ്ങനെയല്ലേ, ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ ഭാരങ്ങൾ അള്ളാഹു ഇറക്കി തന്നു. നമ്മൾ അറിയാതെയാണ് സംഗതി നടക്കുക. ഒരുപാട് വിഷയങ്ങൾ. ആ ഭാരം ഇറക്കി തരണമെങ്കിൽ, അത് ഇറക്കിയിട്ടുണ്ട്, അള്ളയാണ് എനിക്കത് ഇറക്കിയതെന്ന് ബോധ്യമാവണമെങ്കിൽ എന്തുണ്ടാവണം? മനസ്സിന് വിശാലത ഉണ്ടാവണം. അള്ളാഹു കൂടെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെ അള്ളാഹു നമ്മുടെ ഭാരമെ ഇറക്കി തന്നു എന്നാണ്. അപ്പൊ ഭാരം ഇറക്കി തരുമ്പോ നമുക്കുണ്ടാവുക എന്താണ്? മറ്റുള്ളവന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ കഴിയും. ഉള്ളകം പെടയുമ്പോഴും മറ്റുള്ളവന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ കഴിയുക റബ്ബ് നമ്മുടെ ഭാരം ഇറക്കി തരുമ്പോഴാണ്. അല്ലെങ്കിൽ എപ്പോഴും മുഖം വിഷാദമുഖനായി ഇരിക്കും. അപ്പോഴാണ് ആത്മഹത്യകളിലേക്ക് പ്രേരണയുണ്ടാവുക. അപ്പോഴാണ് മറ്റുള്ള മോശമായ ചിന്തകളിലേക്ക് പ്രേരണയുണ്ടാവുക. അത് ഇല്ലാതിരിക്കാൻ നമ്മുടെ ഭാരം അള്ളാഹു ഇറക്കി തരണം. ഭാരം ഇറക്കി തരിക എന്ന് പറഞ്ഞാൽ ഒരു കടവുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു രോഗവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു പ്രതിസന്ധിയുമില്ല എന്നാണോ? അല്ല. അള്ളാഹു റസൂലിന് കട ഉണ്ടായിട്ടില്ലേ? വിശപ്പുണ്ടായിട്ടില്ലേ? പ്രയാസം ഉണ്ടായിട്ടില്ലേ? മർദ്ദനം ഉണ്ടായിട്ടില്ലേ? പീഡനം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താണ്? മനസ്സിൽ അത് കൊടുത്തിട്ടില്ല. നമ്മൾ ചില ആൾക്കാർ പറയല്ലേ, എന്താണ് ഞാനൊന്നും മൈൻഡിൽ കൊടുക്കാറില്ല എന്ന് പറയും. അത് അള്ളാഹ് കൊടുക്കുന്ന അപാരമായ തൗഫീഖാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നിന്റെ ഭാരം ഇറക്കി തന്നു എന്നാണ്. അത് റസൂലുള്ളാഹിക്ക് അള്ളാഹു കൊടുത്ത യോഗ്യതയായി പറയുമ്പോ നമുക്കുണ്ടാവേണ്ടത് ആ യോഗ്യതയിൽ എത്തുവാനുള്ള പരിശ്രമമാണ്. ആ പരിശ്രമം എങ്ങനെ കിട്ടും? റസൂലുള്ളാഹിയുടെ ജീവിതം പഠിക്കുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുമ്പോ നമ്മളും അതിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇരുമ്പ് കത്തിയാവണമെങ്കിൽ, കോടാലിയാവണമെങ്കിൽ തീ കൊണ്ട് കുറെ അതിന് പണിയെടുക്കണം, അല്ലേ?
തീ കൊണ്ട് അതിനെ നന്നായി ചൂടാക്കുമ്പോഴാണാവുക. തീയില്ലാതെ വാളാവില്ല. സ്വർണം തീയില്ലാതെ ആഭരണമാവില്ല. എങ്കിൽ പരീക്ഷണവും പ്രയാസവും ഇല്ലാതെ നമുക്കാർക്കും മഹാനാവാനും കഴിയില്ല. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടായതെന്ന് പറഞ്ഞു. പിന്നെ അതിനടുത്തവർക്ക്, പിന്നെ അതിനടുത്തവർക്ക്, പിന്നെ അതിനടുത്തവർക്ക്. അപ്പൊ പരീക്ഷണം ഉണ്ടാകുമ്പോ മനസ്സിലായിക്കൊള്ള, ഞാൻ നബിയൊന്നും ആവില്ല, കാരണം വഹി നനച്ചു പോയി. പക്ഷെ നബിയുടെ അടുത്തേക്ക് എത്തുവാനുള്ള അള്ളാഹുവിന്റെ ചില നിയമങ്ങളാണ്, തീരുമാനമാണ് എന്റെ പരീക്ഷണം എന്ന് മനസ്സിലാക്കുക. കാരണം പരീക്ഷണമില്ലാതെ മഹാനാവാൻ സാധ്യല്ല. പരീക്ഷണമില്ലാതെ ഉന്നതിയിലെത്താൻ സാധ്യല്ല. പരീക്ഷണമില്ലാതെ അള്ളാഹുവിന്റെ അടുത്തെത്താൻ സാധ്യല്ല. പരീക്ഷണമില്ലാതെ അള്ളാഹുവിന് സ്നേഹം കിട്ടാൻ മാർഗമില്ല. പരീക്ഷണമില്ലാതെ അള്ളാഹുവിന്റെ അടുക്കലേക്കെത്താൻ ഒരിക്കലും കഴിയില്ല. അപ്പൊ എന്തുണ്ടാവും? പരീക്ഷണം ഉണ്ടാവും. ആർക്കുണ്ടാവുക? അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക്. ആർക്കുണ്ടാവുക? അള്ളാഹു സ്നേഹിച്ചവർക്ക്. ആർക്കുണ്ടാവുക? അള്ളാഹു അവന്റെ അടുക്കലാണ്, അവനിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് പരീക്ഷണം ഉണ്ടാവുക. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർക്ക് പരീക്ഷണം ഉണ്ടായത്. മൂന്നാമത്തെ ആയത്താണ് അല്ലദീ അൻഖള ലഹ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക വറഫഅനാ ലക ദിക്റക വറഫഅനാ ലക ദിക്റക. ദിക്ർ ഉയർത്തി. ദിക്റിന് ഒരുപാട് അർത്ഥമുണ്ട് അല്ലേ? ഖുതുബക്ക് ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അതിന് ദിക്ർ എന്ന് പറയാറുണ്ട്. പ്രാർത്ഥനകൾക്ക് ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പദവിയെ, പ്രസിദ്ധിയെ അള്ളാഹു ഉയർത്തി എന്നാണ്. അള്ളാഹു ഉയർത്തി. എങ്ങനെ ഉയർത്തിയത്? ലോകത്ത് ഒരു മിനിറ്റ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരില്ലാത്ത സമയമില്ല എന്നല്ലേ? രാത്രിയും പകലും ഓരോ ലോകത്ത് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ബാങ്കുവിളിയിലൂടെ, നിസ്കാരത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോൾ മറ്റുള്ളവർ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നബിയെ നിങ്ങളുടെ പേരുകൾ അള്ളാഹു ഉയർത്തിയിട്ടുണ്ട് എന്നാണ്. നമ്മൾ ആഗ്രഹിക്കാറ് നമ്മുടെ ഫോളോവേഴ്സ് കൂടാനാണ്, നമ്മുടെ വ്യൂസ് കൂടാനാണ്, നമ്മുടെ ലൈക്ക് കൂടാനാണ് അല്ലെ? ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ടാൽ എത്ര ആളുകൾ ലൈക്ക് ഇടുന്നതാണ്. ഫാമിലി ഗ്രൂപ്പിൽ നമ്മുടെ കാര്യമായ ഒരു വിശേഷം ഇട്ട് കഴിഞ്ഞാൽ അത് ഫാമിലി ഗ്രൂപ്പിൽ ആരൊക്കെയാണ് അതിൽ ലൈക്ക് ഇട്ടത് നമ്മൾ നോക്കുക. ലൈക്ക് ഇടാത്തതുകൊണ്ട് നമുക്കൊരു അതൃപ്തി ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹ് നമ്മെ ഫോളോ ചെയ്യുന്നുണ്ടോ? അള്ളാഹ് എനിക്ക് ലൈക്ക് തരുന്നുണ്ടോ? അള്ളാഹ് എന്നെ പരിഗണിക്കുന്നുണ്ടോ? അപ്പൊ അള്ളാഹുവിന്റെ ലൈക്കും കമന്റും ഫോളോവേഴ്സും ആവാൻ ആ ഒരു പ്രസിദ്ധിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആര് പരിഗണിച്ചില്ലെങ്കിലും അള്ളാഹുവിന്റെ പരിഗണന കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നീ അത്യാർത്തി കാണിക്കണം, നിനക്ക് ഉപകാരപ്പെടുന്നതിൽ നീ അത്യാർത്തി കാണിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിനോട് പറയണം. ആരാ ഇബ്നു അബ്ബാസ് എന്നറിയോ? കുട്ടിയായിരുന്നു അന്ന്. കുട്ടിയായിരുന്നു പറയാൻ കാരണം എന്താ? റസൂലുള്ളാഹി വിളിച്ചത് അങ്ങനെയാണ്, യാ ഗുലാം, കുട്ടി എന്നാ വിളിച്ചത് തന്നെ. ചെറിയ കുട്ടിയോട് പറഞ്ഞു എന്നാണ്. നമ്മള് കുട്ടിയോടൊന്നും പറയണം, കുട്ടികളൊക്കെ മാറിയിരിക്കുന്ന പറയാ അല്ലെ? കുട്ടിയോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആർത്തി കാണിക്കാനാണ്. എന്തിനോടുള്ള ആർത്തിയാ? ഉപകാരപ്പെടുന്നതിനോടുള്ള ആർത്തി. ഉപകാരപ്പെടുന്നതിനെ നാം കരസ്ഥമാക്കുവാനുള്ള ആർത്തി. എന്താണ് ഉപകാരം? അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവുള്ള പ്രാർത്ഥന, അള്ളാഹുവിന്റെ സഹായം, അതിനോട് അത്യാർത്തി കാണിക്കണം എന്നാണ്. അങ്ങനെയാകുമ്പോ നമ്മുടെ ദിക്ർ അള്ളാഹു ഉയർത്തി തരും. മാത്രല്ല ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന വജ്അൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ് കൂട്ടരെ. അത് എപ്പോഴും പ്രാർത്ഥിക്കണം. വജ്അൽനി, അല്ലാഹുവേ എന്നെ നീ ആക്കി തരണേ. നമ്മൾ എന്തൊക്കെയാ പ്രാർത്ഥിക്കുക? എന്റെ കച്ചവടം ലാഭം ഉണ്ടാക്കി തരണേ അല്ലേ? എന്റെ ആരോഗ്യം നന്നാക്കി തരണേ, പരലോകം നന്നാക്കി തരണേ, എന്റെ മോനെ എൻട്രൻസ് പരീക്ഷയിൽ പാസ് ആക്കണേ. കൂട്ടത്തിൽ ഒരു പ്രാർത്ഥന കൂടി, മറ്റുള്ളവർ എന്നെ നല്ലത് പറയണേ, മറ്റുള്ളവരുടെ നാവിലൂടെ എന്നെ നീ നല്ലത് പറയിപ്പിക്കണേ.
അള്ളാഹു കൂടത്തെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വജ്അൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ എന്ന് പ്രാർത്ഥിക്കുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയായി നമ്മോട് അള്ളാഹു പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ വേറെ ആളുടെ കയ്യടിക്ക് വേണ്ടി ജീവിക്കണം എന്നല്ല, മറ്റവന്റെ കയ്യടി കിട്ടാൻ ജീവിക്കണം എന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ കയ്യടി കിട്ടുമ്പോ, അള്ളാഹുവിന്റെ ലൈക്ക് കിട്ടുമ്പോ മറ്റുള്ളവന്റെ അംഗീകാരം അള്ളാഹു നമുക്ക് തരും. അള്ളാഹുടെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ അള്ളാഹ് മറ്റുള്ളവരുടെ തൃപ്തി നമുക്ക് വാങ്ങിത്തരും. എന്തിനാണ് നിസ്കരിക്കുന്നത്? ആരും കാണാനല്ല, അള്ളാഹ് കാണാൻ. എന്തിനാ ഞാൻ 11 മണിക്ക് വള്ളി കയറി വന്നത്? എന്റെ കൂടെ നടക്കുന്നവരോട് വീമ്പ് പറയാനല്ല, മറിച്ച് അള്ളാന്റെ കൂലി കിട്ടാൻ. അപ്പൊ എന്ത് ചെയ്യും? അത് അള്ളാഹ് ഓട്ടോമാറ്റിക്കലായി അള്ളാഹ് എന്ത് ചെയ്യും? നാട്ടിലും വീട്ടിലും കുടുംബത്തിലും നമുക്ക് സ്ഥാനം വാങ്ങിത്തരും. അതാണ് 40-ാമത്തെ വയസ്സ് മുതൽ 43 വരെ 53 വരെ പീഡനവും മർദ്ദനവും ഉണ്ടായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ മക്കയിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുന്ന തലത്തിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിച്ചു എന്ന് മാത്രമല്ല, അല്ലാഹു റസൂലിന്റെ കയ്യിൽ അധികാരം വരികയും അല്ലാഹു റസൂൽ പറഞ്ഞു, ഇനി ഇന്ന് എല്ലാവർക്കും മാപ്പ് തരുന്നു, നിങ്ങൾ എല്ലാവരും സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ മുന്നിൽ വന്ന് മാപ്പ് പറയുന്ന അവസ്ഥയിലേക്ക് ആ മക്കയിലെ സമൂഹം എത്തിയത് അല്ലാഹു റസൂലുള്ളാഹിയെ ബഹുമാനിച്ചതിന്റെ, ആദരിച്ചതിന്റെ തെളിവ് കൂടിയാണ്. അപ്പൊ നമ്മെ അല്ലാഹ് ആദരിക്കാൻ എന്താ മാർഗം? പരീക്ഷണങ്ങളിൽ പതറാതിരിക്കുക, നമ്മുടെ ഈമാൻ ശക്തമാക്കുക, നമ്മൾ ശക്തനാവുക. അൽ മുഅ്മിനുൽ ഖവിയ്യു അഹബ്ബു ഇലല്ലാഹി തആല മിനൽ മുഅ്മിനി അൽ ലഈഫ്. ദുർബലനായ മുഅ്മിനിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം ശക്തനെയാണ്. ആ ശക്തി ഉണ്ടാവാൻ ഉള്ള മാർഗങ്ങളിൽ ഒന്ന് ഖുർആൻ പഠനം, 2 ഹദീസ് പഠനം, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ ജീവിതം എന്താ? ഖുർആനാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ജീവിതം, റസൂലുള്ളാഹിന്റെ ചരിത്രം പഠിക്കണം. ഈ മാസം മുതൽ, ഈ ദിവസം മുതൽ നമ്മൾ ആരംഭിക്കുക, വായിക്കാൻ തുടങ്ങുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. إن الحمد لله وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى إلى يوم الدين. أما بعد يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടുകൂടി അമലുകളെ ക്രമീകരിക്കണേ എന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും പരിപൂർണമായ ആരോഗ്യവും മരണം വരെ നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് മഗ്‌രിബിന് ശേഷം MIS ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉനൈസ് പാപ്പിനിശ്ശേരിയുടെ പ്രഭാഷണമുണ്ട്. എല്ലാവരും എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ അമലുകൾ നന്നാക്കുവാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിക്കുവാൻ തയ്യാറാവുക. സൂറത്ത് ശറഹ് ഇന്ന് പാരായണം ചെയ്ത സൂറത്ത് ശറഹും സൂറത്ത് ലുഹയും നമ്മളൊന്ന് വായിച്ചു നോക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى إلى يوم الدين.